പാലപ്പുഴ പഞ്ചായത്തിലെ 8ാം വാർഡിലൂടെ കടന്നുപോകുന്ന മംഗലത്തുതാഴം കാരമല റോഡ് പൂർണ്ണമായും തകർന്ന നിലയിൽ. റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. നിലവിൽ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഒരുപോലെ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് ഇവിടെ. പ്രത്യേകിച്ച് ഏലുമാക്കൽ താഴം ഭാഗത്ത് റോഡ് പൂർണ്ണമായും ഇല്ലാതായ മട്ടാണ്. റോഡ് തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും തിരിഞ്ഞു നോക്കുവാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറികളിൽ നിന്നും ക്രഷർ യൂണിറ്റുകളിൽ നിന്നും അമിതഭാരം കയറ്റി വരുന്ന ലോറികളുമാണ് റോഡിന്റെ ഈ ദുർഗതിക്ക് പ്രധാന കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കാലത്ത് വെള്ളം ഒഴുക്കിക്കളയാൻ ആവശ്യമായ അഴുക്കുചാൽ സംവിധാനം ഈ റോഡിൽ എങ്ങുമില്ല. നേരിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് ടാറിംഗ് പൂർണ്ണമായും ഇളകിപ്പോകുന്ന അവസ്ഥയാണ്. മുൻപും സമാനമായ രീതിയിൽ ഈ റോഡ് തകരുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. അന്ന് അധികൃതർ കുഴികൾ രൂപപ്പെട്ട ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ പാകിയിരുന്നു. ടാറിംഗ് പാടെ തകർന്നപ്പോഴും അന്ന് കോൺക്രീറ്റ് കട്ടകൾ വിരിച്ച ഭാഗങ്ങൾ ഇന്നും യാതൊരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമായി നിലകൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ തകർന്നു കിടക്കുന്ന ഭാഗങ്ങളിലും ടാറിങ്ങിന് പകരം കട്ടകൾ വിരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ശക്തമായ ആവശ്യം. കാലവർഷം കനക്കുന്നതിന് മുൻപ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം. മോശമായിട്ട് കാരണം എന്നും കൃഷ്ണരാജിൽ പോകുമ്പോഴും ഒക്കെ ചെയ്യുമല്ലേ, എന്നിട്ട് അവർക്ക് പോലും ശ്രദ്ധിക്കാൻ നമ്മളില്ലാന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജനങ്ങൾ കഷ്ടപ്പെടുവോ, അല്ലാണ്ട് ഒന്നും പറയാനില്ല. ഇതിന്റെ അകത്ത് എപ്പോഴും കുഴിക്കകത്ത് ഇറങ്ങി കയറാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പൊ എത്ര നാളായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഇപ്പൊ ഈ കല്ല് മണ്ണിട്ട് അതിന് മാത്രമൊന്നും ആയിട്ടില്ല, കൂടുതൽ ഒരു മാസത്തിൽ കൂടുതലായിട്ടില്ല. ഇവിടെ കുറെ ചരല് കൊണ്ടിട്ട് ആ മെറ്റിൽ ഒതുക്കി ഇങ്ങനെ ഒതുക്കി പോയി എന്നല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ. എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ സംഭവിക്കണേ? കാരണം ഇവിടെ കൂടുതൽ ക്രഷറുകാർ വണ്ടി ഇങ്ങനെ വണ്ടിയാണല്ലോ കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ കൂടുതൽ ലോഡെന്ന് പറഞ്ഞാൽ അവന്റെ വണ്ടിയിലുള്ളൂ, സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വണ്ടിയിലേ ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്താലും ഇത് പരിഹരിക്കപ്പെടും. ഇതിപ്പോ പരിഹരിക്കപ്പെടുമെന്ന് വല്ല ടൈലിടുമായിരിക്കും. ടാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പോവല്ലേ. പണ്ടത്തെ പോലെ ഒരു വർക്ക് അല്ലല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത്. കട്ടയാണെങ്കിൽ കുറെ കാലമൊക്കെ നീണ്ടു വെക്കും. ഈ ചോലയുടെ ഇടയ്ക്ക് ടാർ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്നും സംഗതി പോകും. കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ, റെക്കോർഡിംഗ് ക്യാമറ, സ്പീക്കർ, LED ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ്, കീ സെൻസറിംഗ്, റിമോട്ട് കീ, സെൻട്രൽ ലോക്ക്, പവർ വിൻഡോ, റിവേഴ്സ് സെൻസർ, കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ, സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു. ഇവിടെയെങ്കിലും നല്ലൊരു കളക്ഷൻസ് ഉണ്ടായാൽ മതിയായിരുന്നു. ഹായ്, നമസ്കാരം. നമസ്കാരം. കുറച്ച് ടൈൽസ് ഒക്കെ വന്നത്. ഓക്കെ, വരൂ. എനിക്ക് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻസ് ആവണം. പിന്നെ ഇമ്പോർട്ടഡ് ടൈൽസ് വേണം. ഓക്കെ, അതിനൊത്ത് ഭംഗിയുള്ള സാനിറ്ററി ഐറ്റംസും വേണം. ഇതെല്ലാം വാങ്ങുമ്പോ ബഡ്ജറ്റും ഫ്രണ്ട്ലി ആവണം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് യാതൊരു കോംപ്രമൈസും പാടില്ല. അതെ, കറക്റ്റ് സ്ഥലത്താ വന്നേ. യാതൊരു കോംപ്രമൈസും വേണ്ട. കറക്റ്റ് സ്ഥലത്ത് വന്ന ഒരു കോംപ്രമൈസും ഇല്ല. ഹൗസ് ഓഫ് ടൈൽസ് നിങ്ങളുടെ വീടിന് ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടൈൽസിനും സാനിറ്ററി ഐറ്റംസിനും വിശ്വസ്തയോടുകൂടി സമീപിക്കാവുന്ന സ്ഥാപനം. ഹൗസ് ഓഫ് ടൈൽസ്, കൂത്താട്ടുകുളം, കൊച്ചി.